വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കേരളത്തിൽ കൊടുമ്പിരി കൊള്ളുകയാണ്. ഇരു വിവാദങ്ങൾ അടുത്ത ദിവസങ്ങളിൽ ശക്തിപ്പെടുവാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം പാലാപിതാവ് അഭിമന്യ മാർ ജോസഫ് കല്ലറങ്ങാട്ട് ലഹരിക്കെതിരെ പാലായിൽ വിളിച്ചു ചേർത്ത ഒരു യോഗത്തിൽ മുൻ MLA ശ്രീ PC ജോർജ് നടത്തിയ ചില പരാമർശങ്ങളാണ്. ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കേരളത്തിൽ ഉയരുമ്പോൾ കൃത്യമായിട്ടുള്ള ഒരു പാറ്റേൺ നമുക്ക് കാണുവാൻ സാധിക്കും. ലവ് ജിഹാദ് എന്ന് പറയുന്ന ആ ഒരു വാക്കിൽ മാത്രം ചർച്ചകൾ കേന്ദ്രീകരിക്കുക, ആ വാക്കിന്റെ ഒരു റിയാലിറ്റിയെ സംബന്ധിച്ചുള്ള വാദപ്രതിവാദങ്ങൾ നടക്കുക. പക്ഷേ അത് ഉയർത്തിവിടുന്ന ചില പ്രണയക്കെണിയുമായി ബന്ധപ്പെട്ട് ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. അത് ബോധപൂർവം തമസ്കരിച്ച് അങ്ങനെ ഒരു വാക്കുണ്ടോ, അങ്ങനെ ഒരു വാക്കില്ലയോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംവിധാനം പ്രവർത്തിക്കുന്നുണ്ടോ, അങ്ങനെ ഒരു സംവിധാനം ഇല്ലയോ എന്ന തരത്തിലേക്ക് ചർച്ചകൾ കൊണ്ടുപോകുന്നു. യഥാർത്ഥത്തിൽ ഇപ്പോൾ ഉയർന്നു വരുന്ന വിവാദങ്ങളുടെ ഒരു യാഥാർത്ഥ്യം എന്തൊക്കെയാണ്? കേരളത്തിൽ മതപരമായിട്ടുള്ള ഒരു അജണ്ടയോടുകൂടി, തീവ്രവാദപരമായിട്ടുള്ള ഒരു അജണ്ടയോടുകൂടി ഇത്തരത്തിലുള്ള പ്രണയക്കെണി, പ്രണയ ചതി നടക്കുന്നുണ്ടോ? അതിന്റെ യാഥാർത്ഥ്യം എന്താണ്? ഈ കണക്കുകൾ ചോദിച്ച് വിറപ്പിക്കുന്നവരുടെ ഒരു അജണ്ടകൾ എന്തൊക്കെയാണ്? ഈ വിഷയങ്ങളാണ് നിലപാട് എന്ന ഈ ഒരു പ്രോഗ്രാമിലെ ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ജോർജ്, എന്നോടൊപ്പമുള്ളത് അരുൺ റോസ്. വളരെ വിവാദപരമായിട്ടുള്ളൊരു വിഷയമാണ് നമ്മൾ ഇന്ന് നിലപാട് ഒരു പ്രോഗ്രാമിൽ ചർച്ച ചെയ്യുന്നത്. അതിൻ്റെ ഒരു പശ്ചാത്തലം നമുക്കറിയാം. ഈ കഴിഞ്ഞ ദിവസം പാലാരൂപത അധ്യക്ഷൻ അഭിമന്യ മാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവ് പാലാരൂപതയിൽ ഈ ലഹരിയുമായി ബന്ധപ്പെട്ട്, ലഹരിക്കെതിരെ ഒരു ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ടൊരു സമ്മേളനം വിളിച്ചു ചേർത്തിരുന്നു. അതിൽ രാഷ്ട്രീയ നേതാക്കൾ പങ്കെടുത്തു, ജനപ്രതിനിധികൾ പങ്കെടുത്തു, പാലാ രൂപതാംഗങ്ങളൊക്കെ പങ്കെടുത്തു, വൈദികരും സന്യസ്തരും ഒക്കെ പങ്കെടുത്തു. അതിൽ മുൻ MLA, പൂഞ്ഞാർ മുൻ MLA PC ജോർജ് നടത്തിയ ഒരു പരാമർശം, ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു പരാമർശം ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങൾ അല്ലെങ്കിൽ മുഖ്യധാരാ മാധ്യമങ്ങൾ, രാഷ്ട്രീയക്കാരൊക്കെ വലിയ രീതിയിൽ അത് വിവാദമാക്കിയിരിക്കുകയാണ്. ഒരു മാധ്യമ വിചാരണയ്ക്ക് ആ ഒരു പരാമർശത്തെ വിധേയമാക്കിയിരിക്കുന്നു. ഒപ്പം അദ്ദേഹത്തിനെതിരെ ആ പരാമർശവുമായി ബന്ധപ്പെട്ട് കേസുകളും പല രാഷ്ട്രീയ പാർട്ടികളും, മുസ്ലിം യൂത്ത് ലീഗ്, യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ നൽകിയിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്ന് നമ്മൾ ഈ ഒരു പ്രോഗ്രാം, ഈ ഒരു ചർച്ച സംഘടിപ്പിക്കുന്നത്. ആദ്യമേ തന്നെ നമുക്കറിയാം, ഈ മതപരമായിട്ടുള്ള ഒരു അജണ്ടയോടുകൂടിയുള്ള ഒരു പ്രണയം, അതിന് നമുക്ക് ഏത് പേരിട്ട് വേണമെങ്കിലും വിളിക്കാം. അതിൽ ചിലർ അതിനെ പ്രണയക്കെണി എന്ന് വിളിക്കുന്നു, പ്രണയ ചതി എന്ന് വിളിക്കുന്നു, ലവ് ജിഹാദ് എന്ന് വിളിക്കുന്നു. ലവ് ജിഹാദ് എന്നൊരു വാക്കാണ് ഇവിടെ വിവാദമായിരിക്കുന്നത്. ആത്യന്തികമായിട്ട് നാം ചിന്തിക്കുമ്പോൾ ഈ പ്രണയം എന്ന് പറയുന്നത് ഉദാത്തമായിട്ടുള്ളൊരു വികാരമാണ്, അല്ലെ? ദൈവം മനുഷ്യന് സമ്മാനിച്ച ഉദാത്തമായിട്ടുള്ളൊരു വികാരമാണ്. അതിൻ്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു വിവാഹ ജീവിതം. അതിൻ്റെ ഒരു ബേസിക് ഒരു മോഡൽ രീതിയിലാണ് ഈ പ്രണയം എന്ന വികാരത്തെ ദൈവം മനുഷ്യന് സമ്മാനിച്ചിരിക്കുന്നത്. പക്ഷെ ഇവിടെ അപകടം സംഭവിക്കുന്നത്, പ്രണയത്തിന്റെ ഒരു ഇമ്പാക്റ്റ് എപ്പോഴും ദൈവം ആഗ്രഹിക്കുന്നത് മനുഷ്യന്റെ പോസിറ്റീവായിട്ടുള്ളൊരു വളർച്ചയാണ്. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പക്ഷെ ഇവിടെ പലപ്പോഴും സംഭവിക്കുന്നത്, ഈ പ്രണയം എന്ന വികാരത്തെ മതപരമായിട്ടുള്ള അജണ്ടയോടുകൂടി, തീവ്രവാദപരമായിട്ടുള്ള അജണ്ടയോടുകൂടി ചിലർ ദുരുപയോഗം ചെയ്യുന്നു. ഏത് വാക്കുപയോഗിച്ച് വേണമെങ്കിലും നമ്മൾ അതിനെ വിശേഷിപ്പിക്കാം. അത് ലവ് ജിഹാദ് ആയിക്കോട്ടെ, പ്രണയക്കെണി ആയിക്കോട്ടെ, പ്രണയചതി ആയിക്കോട്ടെ. ആദ്യമേ തന്നെ നമുക്ക് കൃത്യമായും പറയാൻ സാധിക്കും, ഒരു മതവും പ്രണയത്തിലൂടെ ഒരിക്കലും തങ്ങളുടെ വിശ്വാസം വളർത്താൻ പ്രണയത്തെ ദുരുപയോഗം ചെയ്യരുത്. അത് ഇസ്ലാം മതമായിക്കോട്ടെ, ക്രിസ്ത്യൻ മതമായിക്കോട്ടെ, ഹൈന്ദവ മതമായിക്കോട്ടെ, ഒരു മതവും അത്തരത്തിൽ ആ പ്രണയം എന്ന വികാരത്തെ മതം വളർത്താനുള്ള ഉപാധിയായിട്ട് ദുരുപയോഗം ചെയ്യാൻ പാടില്ല. അതിനെ നമ്മൾ നഖശിഖാന്തം തീർച്ചയായിട്ടും എതിർക്കേണ്ടി വരും. പക്ഷേ നമ്മൾ സമീപ കാലങ്ങളിൽ വന്നിട്ടുള്ള ചില മിശ്ര വിവാഹങ്ങൾ നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ, ഈ ഇസ്ലാമിക തീവ്രവാദ ഗ്രൂപ്പുകൾ, തീവ്ര ഇസ്ലാമിക ഗ്രൂപ്പുകൾ ഈ പ്രണയത്തെ കൃത്യമായിട്ടും തങ്ങളുടെ ഒരു മതപരമായിട്ടുള്ള, തീവ്രവാദപരമായിട്ടുള്ള ഒരു അജണ്ട നടപ്പാക്കാൻ വേണ്ടി ദുരുപയോഗം ചെയ്യുന്നതായിട്ട് നമുക്ക് കൃത്യമായും പറയാൻ സാധിക്കും. അതിൽ ചില വാദഗതികൾ ഉന്നയിച്ചേക്കാം. അതായത് ഈ മതം മാറ്റാൻ വേണ്ടി ഞങ്ങളെ പ്രണയത്തിന് വിധേയരാക്കി, അല്ലെങ്കിൽ ലവ് ജിഹാദിന് വേണ്ടി ഞങ്ങളെ പ്രണയത്തിന് വിധേയരാക്കി എന്ന തരത്തിൽ ഏതെങ്കിലും കേസുകൾ നിലവിലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ടെക്നിക്കലി സ്പീക്കിംഗ് അങ്ങനെ കേസുകൾ നിലവിലില്ല. കാരണം ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു വാക്ക് ഇന്ത്യൻ ഭരണഘടനയിലോ ഭാരതീയ നീതിന്യായ സംഹിതയിലോ അല്ലെങ്കിൽ ഇന്ത്യൻ പീനൽ കോഡിലോ ഡിഫൈൻ ചെയ്തിട്ടില്ല എന്നതാണ് വസ്തുത. പക്ഷേ ഈ ലവ് ജിഹാദ് എന്ന ഒരു യാഥാർത്ഥ്യം, ആ ഒരു അംബ്രലയുടെ കീഴിൽ അതിൻ്റെ പല രൂപത്തിൽ പല കേസുകൾ ഇവിടെ നടക്കുന്നുണ്ട്. ചിലപ്പോൾ ചില കേസുകൾ ഒരു ബലാത്സംഗമായിട്ടായിരിക്കും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്, ചില കേസുകൾ ഒരു തട്ടിക്കൊണ്ടുപോകലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിട്ടായിരിക്കും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്, ചില കേസ് ലഹരിയുമായി ബന്ധപ്പെട്ട ചില കേസുകളായിരിക്കാം. പക്ഷേ അതിൻ്റെ ആത്യന്തികമായിട്ടൊരു പരിണിത ഫലം എന്ന് പറയുന്നത്, അതിൽ ഇരയാക്കപ്പെടുന്ന പെൺകുട്ടി അത് കെണിയിൽ വീഴുന്നു, ചതിയിൽ പെടുന്നു എന്നതാണ്. അതിനെ ചിലപ്പോൾ ഈ ലവ് ജിഹാദ് എന്ന് പറയുന്ന ആ ഒരു അംബ്രലയുടെ കീഴിൽ അത് ലഹരിക്കണിയായിരിക്കാം, അല്ലെങ്കിൽ ബലാത്സംഗം
ബലാത്സംഗമായിരിക്കാം, തട്ടിക്കൊണ്ടുപോകലായിരിക്കാം. ലവ് ജിഹാദ് എന്ന പേരിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടില്ല. പക്ഷേ അങ്ങനെ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല എന്ന വാദം ഉന്നയിച്ചുകൊണ്ട് അങ്ങനെ ഒരു യാഥാർത്ഥ്യം ഇല്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. കാരണം നിരവധി നൂറുകണക്കിന് അനുഭവങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. ആരും മുന്നോട്ട് വന്ന് ചാനൽ ഫ്ലോറുകളിൽ ഇരുന്ന് ഞാൻ ലവ് ജിഹാദിന് വിധേയമാക്കപ്പെട്ടു അല്ലെങ്കിൽ എൻ്റെ മകൾ അങ്ങനെ വിധേയമാക്കപ്പെട്ടു എന്ന് പറഞ്ഞില്ല എന്നതിൻ്റെ പേരിൽ നമുക്ക് ആ യാഥാർത്ഥ്യത്തെ ഒരിക്കലും നമുക്ക് തമസ്കരിക്കാൻ സാധിക്കുകയില്ല. ഞാൻ ഒരു കേസ് റെഫർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ആ കേസിലേക്ക് ഞാനത് വിശദാംശങ്ങളിലേക്ക് വരാം. 2009 ഒരു ഹൈക്കോടതി ഉത്തരവുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ആ കേസ് റെഫർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. പ്രണയത്തെ ദുരുപയോഗം ചെയ്ത് മതപരിവർത്തനം നടത്തുന്നു അല്ലെങ്കിൽ തീവ്രവാദ ആശയങ്ങൾ നടപ്പാക്കാൻ ശ്രമിക്കുന്നു എന്നതിൻ്റെ ഒരു ക്ലാസിക് എക്സാമ്പിളാണ് ആ ഒരു ഉത്തരവ്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് തോന്നുന്നു ഒന്ന് അന്താരാഷ്ട്ര തലത്തിലേക്ക് പോയി വന്നിട്ട് നമുക്ക് കേരളത്തിലേക്ക് വരാമെന്ന് എനിക്ക് തോന്നുന്നു റോസ്ന. അപ്പോൾ ഈ അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്ന ഇത്തരം ചില സംഭവങ്ങൾ, കേരളത്തിൽ നടക്കുന്ന ഇത്തരം പ്രണയക്കെണികൾ, പ്രണയച്ചതികൾ, അതിൽ ചില സമാനമായിട്ടുള്ള ചില പാറ്റേൺസ് നമുക്ക് കാണാൻ സാധിക്കും. തീർച്ചയായും ജോർജി, നമ്മൾ ഈ അടുത്ത നാളുകളിൽ നമ്മളെ എന്ന് മാത്രം ആഗോളതലത്തിൽ അന്താരാഷ്ട്ര സമൂഹത്തെ വളരെയധികം ഞെട്ടലിലാഴ്ത്തിയ ഒരു സംഭവമായിരുന്നു UK ഗ്രൂമിംഗ് ഗാങ്സിന്റെ നേതൃത്വത്തിൽ നടന്ന ഒരു റേപ്പ് കേസുകൾ. അതൊരു സീരിയൽ റേപ്പ് കേസുകളാണ്, വർഷങ്ങൾ നീണ്ട സീരിയൽ റേപ്പ് കേസുകൾ. അതായത് മോഡേൺ യൂറോപ്പിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ക്രൈം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു റേപ്പ് സീരീസ് ആയിരുന്നു. അത് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 1997 മുതൽ 2013 വരെയുള്ള കാലഘട്ടത്തിൽ ഈ ഗ്രൂമിംഗ് ഗാങ്സ് എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ ആ ഒരു ഓമന പേരിൽ എല്ലാവരും വിളിച്ച് ആ ഒരു ഗ്യാങ്ങിലൂടെ 1400ഓളം പെൺകുട്ടികളാണ് നശിപ്പിക്കപ്പെട്ടത്. അല്ലെങ്കിൽ 1400ഓളം പെൺകുട്ടികളാണ് ബലാത്സംഗങ്ങൾക്ക് ഇരകളായത്. അപ്പോൾ അവരൊക്കെ ഒരു എല്ലായിടത്തും, ഇപ്പം നൈജീരിയയിലാകട്ടെ, പാകിസ്ഥാനിലാകട്ടെ, ഇവിടെ ഇപ്പം നമ്മൾ കണ്ട UK ഗ്രൂമിംഗ് ഗ്യാങ്ങുകളുടെ കേസുകളിലാകട്ടെ, കേരളത്തിൽ നടക്കുന്ന സോക്കോൾഡ് ലവ് ജിഹാദ് കേസുകളിലാകട്ടെ, എല്ലാത്തിലും നമ്മൾ കാണുന്ന ഒരു കോമൺ പാറ്റേൺ ഉണ്ട്. സമാനതകൾ അല്ല, ഒരു കോമൺ പാറ്റേണിലാണ് ഇവരെല്ലാം ഈ ഒരു പ്രണയത്തിന്റെ മറവിൽ ഇങ്ങനെ ഒരു മതപരമായ ഒരു ആശയങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു അജണ്ടകൾക്ക് വേണ്ടി പ്രണയത്തെ ദുരുപയോഗിച്ച്, പെൺകുട്ടികളെ ദുരുപയോഗിച്ച് ഈ ഒരു പാറ്റേൺ നമുക്ക് പലയിടങ്ങളിലും ഇതിന് കുറേ സമാനതകൾ എല്ലായിടത്തും ദൃശ്യമാണ്. ഇപ്പൊ UK ഈ ഗ്രൂമിംഗ് ഗാങ്സുകൾ ചെയ്ത ഒരു പാറ്റേൺ, അവര് സ്വീകരിച്ച ഒരു യൂഷ്വൽ രീതികൾ എന്ന് പറഞ്ഞാൽ 20 വയസ്സിൽ താഴെയുള്ള ഒരു സ്കൂളിൽ പഠിക്കുന്ന, കോളേജിൽ പഠിക്കുന്ന ആ ഒരു പ്രായത്തിലുള്ള പെൺകുട്ടികൾ, അത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിലെല്ലാം പെർപെട്രേറ്റേഴ്സ് ആയിട്ടുള്ളത് ഒരു പാകിസ്ഥാനി ഇസ്ലാമിക വംശജരും വിക്ടിംസ് എല്ലാം അവിടുത്തെ വൈറ്റ് ഗേൾസും ആയിരുന്നു. അതാണ് ഇതിലൊരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഈ 1400 പെൺകുട്ടികളാണ് ഇതുപോലെ ഇങ്ങനത്തെ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇവരെല്ലാം ചെയ്തിരിക്കുന്ന ഒരു പാറ്റേൺ എന്ന് പറയുന്നത്, ഈ പെൺകുട്ടികളെയൊക്കെ അവരുടെ ഒരു ട്രസ്റ്റ് നേടിയെടുക്കുകയാണ് ഇവർ ആദ്യം ചെയ്യുന്ന ഒരു കാര്യം. അവരുമായിട്ടൊരു ഇമോഷണൽ ബോണ്ട്, ഇമോഷണൽ കണക്ഷൻ സ്ഥാപിക്കുക. എന്നിട്ട് ഇവരെ ഡ്രഗ്സ് കൊടുക്കുന്നു, ഇവർക്ക് ആൽക്കഹോൾ കൊടുക്കുന്നു, അതുപോലെ പല ഗിഫ്റ്റുകൾ കൊടുക്കുന്നു. അങ്ങനെ അവർ പെൺകുട്ടിയെ ഒരു വൾണറബിൾ ആക്കി പിന്നീടാണ് അവരുടെ അജണ്ട നടപ്പിലാക്കുന്നത്. ഇവരെ ഓരോ സ്ഥലത്തേക്ക് വിളിക്കുന്നു. അപ്പോൾ ഇവരുടെ ട്രസ്റ്റ് ആദ്യം ഇവർ നേടിയെടുക്കുകയാണ്. അപ്പോൾ പെൺകുട്ടികൾ ഇവരെ വിശ്വസിച്ച് വന്നു കഴിഞ്ഞിട്ടാണ് ഇവരെ റേപ്പിന് വിധേയരാക്കുന്നത്. റേപ്പിന് വിധേയരാക്കി കഴിഞ്ഞിട്ട് പിന്നെയാണ് ഭീഷണികൾ മുഴക്കുന്നത്. പല തരത്തിലുള്ള ഭീഷണികൾ, അതായത് ഇവരുടെ വീഡിയോകൾ പുറത്തുവിടും, പിന്നെ ഇവരുടെ ഫാമിലിനെ ഉപദ്രവിക്കും, ഇങ്ങനത്തെ ഓരോ ഭീഷണികൾ മുഴക്കി പിന്നെ ഇവര് നിശബ്ദരാക്കപ്പെടുകയാണ്. ഈ പാവം പെൺകുട്ടികൾ നിശബ്ദരാക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുകയാണ്. പിന്നെ ഇതിന്റെ പേരിൽ പലരും ഡ്രഗ് അഡിക്ട്സ് ആകുന്നു, പിന്നെ ഡിപ്രഷനിലേക്ക് നീങ്ങുന്നു, പലരും സൂയിസൈഡ് ചെയ്യുന്നു, പലരെയും കാണാതാകുന്നു. ഇങ്ങനെ ഒരുപാട് കേസുകൾ, ഇത്രയും വർഷങ്ങൾ നീണ്ട കേസുകൾ UK എന്തുകൊണ്ട് പുറത്തു വന്നില്ല എന്നുള്ളൊരു ചോദ്യം അവിടെ നിൽക്കുമ്പോൾ അതിന് ഒരു ഉത്തരവായിട്ട് വരുന്നത് അതൊരു പൊളിറ്റിക്കലി ഇൻകൺവീനിയൻറ്റ് സിറ്റുവേഷൻ ആയിരുന്നു. കാരണം പെർപെട്രേറ്റേഴ്സ് എല്ലാം ഒരു റേസിൽപ്പെട്ടവർ, വിക്ടിംസ് എല്ലാം മറ്റൊരു റേസിൽപ്പെട്ടവർ. അപ്പോൾ ഇതിനൊരു റേഷ്യൽ ഇമേജ് ഇതിന് കൺവേ ചെയ്യപ്പെടുന്നത് കാരണം ഇതൊരു പൊളിറ്റിക്കലി കൺവീനിയൻ്റ് അല്ലാത്ത ഒരു സിറ്റുവേഷൻ, പൊളിറ്റിക്കലി ഒരു ഭീഷണി ഉയർത്തുന്ന, അല്ലെങ്കിൽ പൊളിറ്റിക്സ് നിയന്ത്രിക്കുന്നവർക്ക് ഭീഷണി ഉയർത്തുന്ന ഒരു സാഹചര്യം അവിടെ വരുന്നു. അത് കാരണം തന്നെ ഈ ഒരു സംഭവങ്ങൾ, ഈ റേപ്പ് സീരീസ് 16 വർഷത്തോളം നിശബ്ദമാക്കപ്പെടുകയാണ്. പിന്നീട് നമുക്കറിയാം പലരും അതിനുവേണ്ടി സ്വരം ഉയർത്തി. ഏറ്റവും ഒടുവിൽ ഇപ്പം ഇലോൺ മസ്ക് പരസ്യമായിട്ട് അതിനെതിരെ രംഗത്ത് വന്നപ്പോഴാണ് ലോകം മുഴുവൻ ഇത് അറിയുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ തന്നെയാണ് ലോകത്തിന്റെ പലയിടങ്ങളിലും, കേരളത്തിൽ ഉൾപ്പെടെ പലയിടങ്ങളിലും ഇന്ന് ഇത് തന്നെയാണ് നടപ്പിലായിക്കൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന ഒരു പ്രതിഭാസം, അതായത് ഈ പ്രണയത്തെ ഉപയോഗിച്ച് മതപരിവർത്തനം, നിർബന്ധിത മതപരിവർത്തനം, തുടർന്ന് തീവ്രവാദപരമായിട്ടുള്ള ഒരു അജണ്ട നടപ്പാക്കുക. നമ്മളിത് പറയുമ്പോൾ വളരെ വ്യക്തമായിട്ടും പൊതുസമൂഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് ഒരു സമുദായത്തിൻ്റെ ഒരു അജണ്ടയാണ് എന്ന് നമുക്കൊരിക്കലും പറയാൻ സാധിക്കുകയില്ല. ആ സമുദായത്തിൻ്റെ പേര് അല്ലെങ്കിൽ ആ സമുദായത്തിൻ്റെ മതവിശ്വാസത്തെ ദുരുപയോഗം ചെയ്ത് ഒരു കൂട്ടം തീവ്രവാദികൾ നടത്തുന്ന
ഒരു ഭീകര അജണ്ടയോട് കൂടിയുള്ള പ്രവർത്തനമാണ്. അപ്പോൾ അത്തരക്കാർക്കെതിരെയാണ് നമ്മൾ ഈ പ്രണയക്കണി അല്ലെങ്കിൽ പ്രണയച്ചതി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അത്തരക്കാരുടെ ഗൂഢ അജണ്ടയാണെന്നുള്ള ഗൂഢ ലക്ഷ്യങ്ങളാണ് പുറത്ത് തുറന്നു കാണിക്കുന്നത്. കാരണം അങ്ങനെ തുറന്നു കാണിക്കുന്നത് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ മുസ്ലിം സമുദായത്തിന് തന്നെയും അത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത്തരക്കാരെ തീർച്ചയായിട്ടും ഏത് സമുദായം, മുസ്ലിം സമുദായം ആയിക്കോട്ടെ, ക്രൈസ്തവ സമുദായം ആയിക്കോട്ടെ, ഹൈന്ദവ സമുദായം ആയിക്കോട്ടെ, തീർച്ചയായിട്ടും തള്ളി പറയണം, ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം. നമ്മൾ ഈ ആദ്യമേ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ 2009 ജസ്റ്റിസ് KT ശങ്കരൻ പുറപ്പെടുവിച്ച ഒരു ഹൈക്കോടതി ഉത്തരവുണ്ട്. അതിൻ്റെ അകത്ത് അദ്ദേഹം പറഞ്ഞ ആ ഉത്തരവിന് ആസ്പദമായിട്ട് സംഭവിച്ച ഒരു കേസുണ്ട്. ആ കേസിലൂടെ നമ്മളൊന്ന് യാത്ര ചെയ്ത് കഴിയുമ്പോൾ എന്താണ് ആക്ച്വലി ഈ പ്രണയക്കണി, പ്രണയച്ചതി, ലവ് ജിഹാദ് എന്നൊക്കെ ഉപയോഗിക്കുന്ന ടേം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഇതിൻ്റെ അകത്ത് 2 പ്രതികളാണുള്ളത്. ഒന്ന് ഷഹൻഷാ എന്ന് പറയുന്ന 23 വയസ്സുള്ള ഒരു വ്യക്തിയും സിറാജുദ്ദീൻ എന്ന് പറയുന്ന 27 വയസ്സുള്ള വ്യക്തിയും. ഇവർക്കെതിരെ 2 പോലീസ് സ്റ്റേഷനിൽ, തൃപ്പൂണിത്തുറ ഹിൽ പാലസ് പോലീസ് സ്റ്റേഷനിലും ഒപ്പം തന്നെ മറ്റൊരു പോലീസ് സ്റ്റേഷനിലും കംപ്ലൈന്റ് ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരു ജാമ്യ അപേക്ഷയാണ് ഹൈക്കോടതിയിൽ ഇവർ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇവർക്കെതിരെ ഉയർന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് 2 പെൺകുട്ടികൾ, അത് ഹിന്ദു പെൺകുട്ടി, ക്രിസ്ത്യൻ പെൺകുട്ടി, അവരുടെ പേര് ഒരു കാരണവശാലും വെളിപ്പെടുത്തരുതെന്ന് ഹൈക്കോടതി ഉത്തരവിലുണ്ട്. അതുകൊണ്ട് നമുക്ക് ഹിന്ദു ഗേൾ ആൻഡ് ക്രിസ്ത്യൻ ഗേൾ എന്ന് നമുക്ക് ഇവരെ വിശേഷിപ്പിക്കാം. ഇതിൽ പറയുന്ന ഈ ഷഹൻഷാ എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് ആ ഹിന്ദു ഗേള് ഒരു പ്രണയത്തിലാകുന്നു. ഈ ഹിന്ദു ഗേള് പഠിക്കുന്ന MBAക്ക് പഠിക്കുന്ന കുട്ടിയാണ്. ആ കുട്ടി പഠിക്കുന്ന അതേ സ്ഥാപനത്തിൽ തന്നെ സീനിയറായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ഈ ഷഹൻഷാ എന്ന് പറയുന്ന വ്യക്തി. ഏതോ കാരണത്താൽ ആ സ്ഥാപനത്തിൽ നിന്നും ഷഹൻഷാ പുറത്താക്കപ്പെടുന്നുണ്ട്. പിന്നീട് ഒരു ടെലിഫോൺ കോളിലൂടെയാണ് ഇവർ തമ്മിലുള്ള ഒരു ബന്ധം വളരുന്നത്. അങ്ങനെ പയ്യെ അതൊരു പ്രണയമായിട്ട് മാറുന്നു. അപ്പോൾ ഇതിനകത്ത് ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ്, ഈ ഉത്തരവിന്റെ 2ാമത്തെ പേജിൽ പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. അതാണ് നമ്മൾ ഇവിടെ ഏറ്റവും കൂടുതൽ ചർച്ചയാക്കേണ്ടത്. ദ ഇന്റിമസി ഡെവലപ്ഡ് from the instant onwards. It is alleged that Shahanshah spoke ill about Hindu religion and its tenets, beliefs and tradition. ഇതാണ് മെയിൻ ഒരു പ്രശ്നമായിട്ട് വരുന്നത്. ഇത് പ്രണയമാണെങ്കിൽ ഈ പ്രണയിക്കുന്ന പെൺകുട്ടിയുടെ വിശ്വാസത്തെ മോശമാക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ എന്തുകൊണ്ട് ആ പ്രണയിക്കുന്ന വ്യക്തി നടത്തി എന്നൊരു ചോദ്യം ഇവിടെ ഉയരുന്നുണ്ട്. പിന്നീട് പറയുന്നൊരു പോയിന്റ് ഉണ്ട്. ഈ ഹിന്ദു പെൺകുട്ടിയെ ഷഹൻഷായുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. ആ വീട്ടിൽ വെച്ച് മുസ്ലിം മതവുമായി ബന്ധപ്പെട്ട ചില ആചാരങ്ങൾ, പ്രാർത്ഥനകൾ ആ കുട്ടിയെ പഠിപ്പിക്കുന്നു. ഷഹൻഷായുടെ അമ്മയും അതുമായി സഹകരിക്കുന്നു. ഷഹൻഷായുടെ അമ്മയും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആ പെൺകുട്ടിയെ പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ കൃത്യമായും കേസ് ഡയറിയിൽ പറയുന്ന ഒരു വാചകമുണ്ട്, ഷഹൻഷാ വാസ് കോൺസ്റ്റന്റ്ലി കമ്പലിംഗ് ദ ഗേൾ ടു കൺവേർട്ട് ടു ഇസ്ലാം. ഇതാണ് ഇവിടെ ഒരു മെയിൻ ഒരു പ്രശ്നമായിട്ട് വരുന്നത്. അത് കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു കമ്പല്ലിംഗ് ഈ ഷഹൻഷായുടെ ഭാഗത്തുനിന്ന് ഈ പെൺകുട്ടിയുടെ മേൽ ഉണ്ടാകുന്നു. ഒപ്പം തന്നെ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, ഈ കുട്ടികൾ പഠിക്കുന്ന ഈ ക്രിസ്ത്യൻ ഗേളും ഹിന്ദു ഗേളും പഠിക്കുന്ന സ്ഥാപനത്തിന്റെ അടുത്ത് അല്ലെങ്കിൽ അതിന്റെ പരിസരത്ത് ഒരു DTP സെന്റർ ഉണ്ട്. അവിടെ ഷാജി എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. അപ്പോൾ ഇവർ അവിടെ DTP സെന്ററിൽ ഫോട്ടോ കോപ്പി എടുക്കാൻ പോകുമ്പോൾ ഈ ഷാജി എന്ന് പറയുന്ന വ്യക്തിയും ക്രിസ്ത്യൻ ബിലീഫ്സിനെ കുറിച്ചും ഹിന്ദു ബിലീഫ്സിനെ കുറിച്ചും ഈ കുട്ടികളോട് വളരെ മോശമായിട്ട് സംസാരിക്കുന്ന ഒരു പ്രതിഭാസം. അപ്പോൾ ഈ ഹിന്ദു കുട്ടി എപ്പോഴും ഒരു പ്രഷർ പോയിന്റിലാണ്, എപ്പോഴും ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുക എന്നൊരു പ്രഷർ ഷഹൻഷായുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. പിന്നീട് ഈ ക്രിസ്ത്യൻ ഗേളും ഹിന്ദു പെൺകുട്ടിയും ഫ്രണ്ട്സ് ആണ്. ഈ ക്രിസ്ത്യൻ കുട്ടി അറിയാതെ പൊന്നാനിയിലേക്ക് ഷഹൻഷാ ഈ പെൺകുട്ടീനെ കൊണ്ടുപോകുന്നു. അവരൊരു റൂമിൽ താമസിക്കുന്നു. ഒരു ലൈംഗികമായിട്ടുള്ള ചില അപ്രോച്ച് ഷഹൻഷായുടെ ഭാഗത്തു നിന്ന് ഈ പെൺകുട്ടിയുടെ മേൽ ഉണ്ടാകുന്നു. പെൺകുട്ടി വീണ്ടും ഒരു സമ്മർദ്ദത്തിൽ ആകുന്ന ഒരു കാര്യത്തിലേക്ക് പോകുന്നു. പിന്നീട് ഈ പെൺകുട്ടീനെ ഒരു മോസ്കിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അവിടെയുള്ള വ്യക്തിയും ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടാൻ ഈ പെൺകുട്ടിയുടെ മേൽ ഒരു പ്രഷർ ചെലുത്തുന്നുണ്ട്. പിന്നീടാണ് ഇവരുടെ ഒരു ടാക്ടിക്സ് അവിടെ സംഭവിക്കുന്നത്. ഈ പെൺകുട്ടികളെ ഏത് വിധേനയും അവരുടെ സ്വഭവനത്തിൽ നിന്നും വിളിച്ചിറക്കിക്കൊണ്ടുവരാൻ ഇവർ ഒരു പദ്ധതി ഇടുന്നു. നമുക്കറിയാം, ഈ ഷഹൻഷാ എന്ന വ്യക്തി മാത്രമാണ് ഈ പിക്ചറിലുള്ളത്. ഈ പെൺകുട്ടികളെ അവരുടെ വീട്ടിൽ നിന്നും ഇറക്കിക്കൊണ്ടുവരാൻ കൃത്യമായിട്ടുള്ളൊരു പ്ലാനിങ് അവർ തയ്യാറാക്കുന്നുണ്ട്. അത് 18/7/2009 പുലർച്ചെ 3 മണിയോടുകൂടിയാണ് ഈ ഹിന്ദു പെൺകുട്ടിയെ അവളുടെ വീട്ടിൽ നിന്നും ഇവർ വിളിച്ചിറക്കി കൊണ്ടുവരുന്നത്. അപ്പോൾ യാസിൻ എന്ന് പറയുന്ന ഒരാൾ അവിടെ പിക്ചറിലേക്ക് വരുന്നു. യാസിൻ എന്ന് പറയുന്ന വ്യക്തി പെൺകുട്ടിയുടെ ഫോണിലേക്ക് മിസ്ഡ് കോൾ അടിക്കുമ്പോൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനുള്ള ഒരു ഇൻഡിക്കേഷനാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ യാസിന്റെ സഹായത്തോടു കൂടി ഒരു സ്കോർപിയോ കാറിൽ ഈ പെൺകുട്ടി കയറുന്നു. ആ കാറിൽ 2 സ്ത്രീകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പർദ്ദ ധരിച്ച 2 സ്ത്രീകൾ. കാറിൽ കയറിയ ഉടനെ തന്നെ ഈ ഹിന്ദു പെൺകുട്ടിയെയും പർദ്ദ ധരിപ്പിക്കുന്നു. നമ്മൾ ഇത് പറഞ്ഞു പോകുമ്പോൾ ഈ പ്രണയം ഇവിടെ എവിടെ നിൽക്കുന്നു, അജണ്ട എവിടെ നിൽക്കുന്നു എന്ന് നമ്മൾ ഈ കേസിലൂടെ പറഞ്ഞു പോകുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ അതിനകത്ത് മറ്റൊരു കാര്യമുണ്ട്. ഈ കാറിലൂടെ ഇവർ യാത്ര ചെയ്യണം. ഈ കാറിൽ യാത്ര ചെയ്യുന്ന സമയത്ത്, ഞാനിത് എൻ്റെ ഭാവനയിൽ നിന്ന് പറയുന്ന കാര്യം, നെറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഡോക്യുമെന്റ് ആണ്. പേജ് 3 8ാമത്തെ പാരഗ്രാഫിൽ പറയുന്നുണ്ട്, പോപ്പുലർ ഫ്രണ്ടിന്റെ CD കാറിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഇവരെ കേൾപ്പിക്കുന്നത്. അത് പോപ്പുലർ ഫ്രണ്ടിന്റെ CD എന്താണ് ഉള്ളത് നമുക്ക് കൃത്യമായിട്ടും അറിയാം, തീവ്രവാദപരമായിട്ടുള്ള ആശയങ്ങൾ. പിന്നെ ആ കാറ് പോകുന്നത് എറണാകുളത്തേക്കാണ്.
പാരലായിട്ട് തന്നെ അതേ സമയം തന്നെ ഈ ക്രിസ്ത്യൻ പെൺകുട്ടിയെയും ക്രിസ്ത്യൻ പെൺകുട്ടിയുടെ വീട്ടിൽ നിന്നും വിളിച്ചിറക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അങ്ങനെ ഇവരെ രണ്ടുപേരും, ഈ ക്രിസ്ത്യൻ പെൺകുട്ടീനെയും ഈ ഹിന്ദു പെൺകുട്ടീനെയും എറണാകുളത്ത് എത്തിക്കുന്നു, ഒരേ വീട്ടിൽ എത്തിക്കുന്നു. എറണാകുളത്ത് എത്തിച്ചതിന് ശേഷം ഈ ക്രിസ്ത്യൻ പെൺകുട്ടിയുള്ള വീട്ടിലേക്ക് വേറൊരു കാറിൽ ഹിന്ദു പെൺകുട്ടി എത്തിക്കുന്നു. ആ കാറിൽ മറ്റ് രണ്ടുപേരുണ്ടായിരുന്നു, അലി ആൻഡ് നിഷാദ് എന്ന് പറയുന്ന രണ്ട് വ്യക്തികൾ. ഇവർ രണ്ടുപേരും പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകരാണ് എന്ന് കേസ് ഡയറി പറയുന്നു. പിന്നീട് ക്രിസ്ത്യൻ പെൺകുട്ടിയും ആ വീട്ടിലെത്തുന്നു. പിന്നീട് ആ വീട്ടിലെത്തിയപ്പോൾ ഇവർ ചെയ്തൊരു കാര്യമുണ്ട്. ഈ പെൺകുട്ടികളെ കൊണ്ട് വീട്ടുകാരെ വിളിപ്പിക്കുന്നു, അവരുടെ ഫോണിൽ നിന്ന് വീട്ടുകാരെ വിളിപ്പിക്കുന്നു. അതും ഈ മൊബൈൽ ടവർ ലൊക്കേഷൻ ഒന്നും മനസ്സിലാകാത്ത രീതിയിൽ അവരായിരിക്കുന്ന സ്ഥലത്ത് നിന്ന് അവരെ മാറ്റി നിർത്തി വേറെ സ്ഥലത്ത് വെച്ചിട്ടാണ് ഫോൺ വിളിപ്പിക്കുന്നത്. അപ്പോൾ ഫോണിലൂടെ വിളിച്ച് പറയിപ്പിക്കുന്നു, ഞങ്ങളിങ്ങനെ പൊന്നാനിയിലേക്ക് പോവുകയാണ്, ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പൊന്നാനിയിലേക്ക് പോവുകയാണ് എന്ന് പേരൻസിനോട് പറയുന്നു. പിന്നെ അതിനുശേഷം ഫോൺ അവരിൽ നിന്ന് തട്ടിപ്പറിച്ചെടുക്കുന്നു. പിന്നെ ആ രണ്ട് പെൺകുട്ടികളും എറണാകുളത്ത് പിറ്റേ ദിവസം വരെ സ്റ്റേ ചെയ്യുന്നു. പിന്നെ അടുത്ത ദിവസം ഒരു ഖദീജ എന്ന് പറയുന്ന വ്യക്തി അവിടെ രംഗപ്രവേശനം ചെയ്യുന്നു. ഓരോരോ പുതിയ പുതിയ കഥാപാത്രങ്ങൾ വരികയാണ്. ഈ ഖദീജ എന്ന് പറയുന്ന വ്യക്തി വുമൺ വിങ്, പോപ്പുലർ ഫ്രണ്ടിന്റെ വുമൺ വിങ്ങിന്റെ ഒരു ഓർഗനൈസറാണ്. ഈ ഖദീജയുടെ കൂടെയും നിഷാദിന്റെ കൂടെയും ഒരു ലാൻസർ കാറിൽ അവർ പിന്നെ മലപ്പുറത്തെത്തുന്നു. അവിടെ ഒരു ഹനീഫ ഹാജി എന്ന് പറയുന്ന വ്യക്തിയുടെ വീട്ടിൽ ഇവർ താമസിക്കുന്നു. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ അവർ പിന്നീട് കൊണ്ടോട്ടിലേക്ക് വരുന്നു, അവിടെ 2 ആഴ്ച താമസിക്കുന്നു. പിന്നീട് വീണ്ടും ഹനീഫ ഹാജിയുടെ വീട്ടിലേക്ക് 2 ആഴ്ചയോളം അവർ താമസിക്കുന്നു. ഇതിൽ എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്, ദ ഗേൾസ് വർ വിസിറ്റഡ് ബൈ ദ മെമ്പേഴ്സ് ഓഫ് പോപ്പുലർ ഫ്രണ്ട് റെഗുലർലി. ഇവിടെയാണ് നമ്മൾ ഈ തീവ്രവാദ അജണ്ട നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നീട് ഈ ഘട്ടത്തിലൊന്നും ഈ ക്രിസ്ത്യൻ പെൺകുട്ടി ഒരാളുമായി പ്രണയത്തിലായിരുന്നില്ല. പിന്നെ ഈ ഹനീഫ ഹാജിയുടെ വീട്ടിലായിരുന്ന സമയത്ത് ഈ ക്രിസ്ത്യൻ പെൺകുട്ടിയെ പെണ്ണ് കാണാൻ വേണ്ടിയിട്ട് ഓരോരുത്തരായിട്ട് ഇങ്ങനെ വരികയാണ്. ഒരു ദന്തൽ ഡോക്ടർ വന്നു എന്ന് പറയുന്നുണ്ട്. പിന്നീട് ഈ പെൺകുട്ടികൾ കൃത്യമായിട്ടും മനസ്സിലാകുന്നുണ്ട്, ഇറ്റ് ഈസ് അലേജ്ഡ് ദാറ്റ് ദി പ്രപ്പോസൽ വാസ് ടു ഗീവ് ഇൻ മാരേജ് ഗേൾസ് ടു സംബഡി എൽസ്. അതായത് മറ്റ് ഇവരെ ഈ സീനിലില്ലാത്ത വേറെ വ്യക്തികളെ കൊണ്ട് തങ്ങളെ കല്യാണം കഴിപ്പിക്കാനുള്ള പദ്ധതി ഇവർക്കുണ്ട് എന്ന് ഈ പെൺകുട്ടികൾക്ക് പയ്യെ മനസ്സിലാവുകയാണ്. പിന്നീട് ഇവർക്ക് മനസ്സിലാകുന്നുണ്ട്, ബാംഗ്ലൂരിലേക്ക് ഇവരെ കൊണ്ടുപോയി വേറെ വ്യക്തികളുമായി കല്യാണം കഴിപ്പിക്കാനുള്ള ഒരു ശ്രമം ഇവരുടെ ഭാഗത്തു നിന്ന് നടക്കുന്നതായിട്ട് ഈ പെൺകുട്ടികൾക്ക് സംശയം തോന്നുന്നുണ്ട്. അറ്റ് ദി എൻഡാണ് സിറാജുദ്ദീൻ എന്ന് പറയുന്ന KSRTC ബസ് കണ്ടക്ടർ ഈ സീനിലേക്ക് വരുന്നത്, ഈ പറയുന്ന ക്രിസ്ത്യൻ പെൺകുട്ടിയുമായിട്ടുള്ള വിവാഹം അങ്ങനെ ഉറപ്പിക്കുന്നത്. അപ്പോൾ പാരലായിട്ട് ഈ പെൺകുട്ടികളുടെ മാതാപിതാക്കൾ ഹെബിയസ് കോർപ്പസ് ഹർജി കൊടുക്കുന്നു. ഹെബിയസ് കോർപ്പസ് ഹർജി കൊടുക്കുന്ന സമയത്ത് ഇവർ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീഡ്സ് ഓഫ് മാരേജ് എക്സിക്യൂട്ട് ചെയ്യുന്നു. അതായത് ഈ ഷഹൻഷായും ഹിന്ദു പെൺകുട്ടിയുമായിട്ടുള്ള വിവാഹവും സിറാജുദ്ദീനും ക്രിസ്ത്യൻ ഗേളുമായിട്ടുള്ള വിവാഹം നടത്തുന്നു. ഡീഡ്സ് ഓഫ് മാരേജ് എക്സിക്യൂട്ട് ചെയ്തതിനു ശേഷം അന്ന് രാത്രി ഈ ഹിന്ദു കുട്ടി ഷഹൻഷായുടെ കൂടെയാണ് നൈറ്റ് സ്പെൻഡ് ചെയ്തത്, സിറാജുദ്ദീൻ ക്രിസ്ത്യൻ പെൺകുട്ടിയുടെ കൂടെയാണ് നൈറ്റ് സ്പെൻഡ് ചെയ്തത്. അന്ന് പറയുന്നതുണ്ട് ഈ കേസ് ഡയറി പ്രകാരം അന്ന് രാത്രി പ്രകൃതി വിരുദ്ധമായിട്ടുള്ള ലൈംഗിക പീഡനത്തിന് ക്രിസ്ത്യൻ പെൺകുട്ടിയെ സിറാജുദ്ദീൻ വിധേയമാക്കി എന്ന് പറയുന്നുണ്ട്. പിന്നെ കോടതിയിൽ കേസൊക്കെ നടക്കുന്നു. കോടതിയുടെ ഇടപെടൽ മൂലം പേരൻസിന്റെ അടുത്തേക്ക് പെൺകുട്ടികൾ തിരിച്ചു വരാൻ സാധിക്കും. ഞാൻ 15ാമത്തെ പാരഗ്രാഫ് കൂടി പറഞ്ഞിട്ട് അരുണിലേക്ക് വരാം. ഗേൾ സ്റ്റേറ്റഡ് ടു ദി പോലീസ് ദാറ്റ് ഷഹൻഷാ ആൻഡ് ഷാജി സ്പെസിഫിക്കലി ഡയറക്റ്റഡ് ദം നോട്ട് ടു ഡിസ്ക്ലോസ് ടു ദ പോലീസ് ദാറ്റ് ദി ആക്ടിവിസ്റ്റ് ബിലോങ് ടു ദി പോപ്പുലർ ഫ്രണ്ട് വർ അസിസ്റ്റിംഗ് Shah and Sirajuddin for implementing the idea of converting the girls to Islam. The girls are of the view that in the whole episode, their religious faith was questioned and Shahanshah, Shaji, Sirajuddin insulted the religious faith tenets of the respective religion of the girls with the deliberate and malicious intention of outraging their religious feelings. ഇവിടെ എവിടെയാണ് പ്രണയം കിടക്കുന്നത് എന്ന് നാം ഒന്ന് ചിന്തിച്ചു നോക്കുക. മറ്റൊരു 14ാമത്തെ പോയിന്റ് പറയുന്നുണ്ട്, കേസ് ഡയറി വുഡ് ഫർദർ റിവീൽ ദാറ്റ് സെവറൽ കോമ്പാക്ട് ഡിസ്ക് were given by Shahanshah to the girls. Most of them were obscene films. Several books were also given to them to pursue them to convert to Islam. 16ാമത്തെ പാരഗ്രാഫ് കൂടി ഒന്ന് ജസ്റ്റ് വായിക്കുകയാണ്. ഐ ഹാവ് പെർസ്യൂഡ് ദ കേസ് ഡയറി ഫയൽ. കോടതിയുടെ നിരീക്ഷണമാണ്. ദർ ആർ ഇൻഡിക്കേഷൻസ് ദാറ്റ് സെവറൽ ഇൻസ്റ്റൻസസ് ടുക്ക് പ്ലേസ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് കേരള. ഇറ്റ് ഈസ് സ്റ്റേറ്റഡ് ദാറ്റ് ദർ ഈസ് എ മൂവ്മെന്റ് ഓർ പ്രോജക്ട് വിച്ച് ഈസ് കോൾഡ് റോമിയോ ജിഹാദ് ഓർ ലവ് ജിഹാദ് conceived by a section of Muslims. The idea appears to be convert girls belong to other religions to Islam. It is stated that Muslim boys are directed to pretend love to girls of other religion and get them converted to Islam. Lot of money is available for executing the project. There are men whose help is available at any time. Organizations are also there to implement the project. കോടതിയുടെ ഒരു നിരീക്ഷണമാണ്. അതിൽ കൂടുതൽ വ്യക്തത വരുത്താൻ പിന്നീട് പോലീസിനോട് കോടതി നിർദ്ദേശിക്കുന്നുണ്ട്. അത് അടുത്ത ഘട്ടത്തിൽ ഞാൻ അത് സൂചിപ്പിക്കാം. ഞെട്ടിക്കുന്ന ചില കണ്ടെത്തലുകൾ ആ റിപ്പോർട്ടിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതൊരു എക്സാമ്പിൾ ആണ് അല്ലേ റോസ്, അരുൺ? ഇതിൻ്റെ അകത്ത് എവിടെയാണ് പ്രണയം ഇരിക്കുന്നത്? ഒരു ആദ്യമേ ഷഹൻഷാ എന്ന് പറയുന്ന വ്യക്തി സീനിൽ വരുന്നു. പിന്നെ ഓരോരോ കഥാപാത്രങ്ങൾ, ഖദീജ പോലുള്ള കഥാപാത്രങ്ങൾ, ഷാജി വരുന്നു, പിന്നെ വേറെ അങ്ങനെ കുറേ ടീമുകൾ വരുന്നു. ഇതിനകത്ത് എവിടെയാണ് പ്രണയം ഇരിക്കുന്നത്? അപ്പോൾ അരുൺ വളരെ വ്യക്തമല്ല. ഈ പറയുന്ന മാധ്യമങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം മാധ്യമ വിചാരണ ചെയ്യുന്ന സമയത്ത് തെളിവ് എവിടെ എന്ന് ചോദിക്കും. നമുക്ക് നമ്മുടെ മാധ്യമങ്ങളൊക്കെ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസത്തിന് വളരെ പേര് കേട്ടതാണ്. ഇവർക്ക് അറ്റ്ലീസ്റ്റ് ഒരു കേസെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ട് പോയി അന്വേഷിക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ല? ഈ തെളിവ് തരേണ്ട ബാധ്യസ്ഥത അല്ലെങ്കിൽ ഒരു ബാധ്യത ഈ ക്രൈസ്തവ സഭകളുടെ മേലാണോ, അല്ലെങ്കിൽ അത് ഉന്നയിക്കുന്ന അല്ലെങ്കിൽ എന്താ പറയണേ അതിന്റെ ഇരകളായി തീർക്കപ്പെട്ടവരുടെ മേൽ മാത്രമാണോ ഈ ബാധ്യത ഇരിക്കുന്നത്? ജോർജി, ഈ വിഷയത്തിൽ മാധ്യമങ്ങളെയോ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരെയോ കുറ്റപ്പെടുത്താൻ ഞാൻ ആളല്ല.
കാരണം അവർക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കുള്ളൂ. അവർക്ക് ആരെ പ്രീണിപ്പിക്കണം, അവരെ പ്രീണിപ്പിക്കാൻ മാത്രമേ അവർക്കറിയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ചില മാധ്യമ അവതാരകരെ അവരുടെ ആ മട്ടും ഭാവവും കണ്ടാൽ തന്നെ നമുക്കറിയാൻ സാധിക്കും അവരെ പ്രകോപിപ്പിക്കുന്ന വിഷയം എന്താണെന്നുള്ളത്. ഇവിടെ ലവ് ജിഹാദ് എന്നൊരു വാക്ക് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അതോടുകൂടി എന്തൊരു ബഹളായി ചാനലുകാർ ചെയ്യുന്നത്. ഉടനെ തന്നെ ചോദ്യം വരും, കോടതി പറഞ്ഞിട്ടില്ലല്ലോ, ആരും പറഞ്ഞിട്ടില്ലോ, പിന്നെ നിങ്ങൾ എന്തുകൊണ്ട് ഈ ലവ് ജിഹാദ് എന്ന് പറയണം? അതൊരു വിഭാഗത്തെ മനഃപൂർവ്വം നിങ്ങൾ കരിവാരി തേക്കാനല്ലേ ചെയ്യുന്നത്. ഇവിടെ ആ ലവ് ജിഹാദ് എന്ന വാക്കിന് യാതൊരു പ്രസക്തിയുമില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ആ സംഭവിക്കുന്ന സംഭവത്തെ മറച്ചു പിടിക്കുക, ഇത് മാത്രമാണ് ഇവരുടെ ലക്ഷ്യം വരുന്നത്. ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ പല കൊട്ടേഷൻ ടീമുകളുണ്ട്. കൊട്ടേഷൻ ടീം എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ടോ എന്നൊരു ചോദ്യം എവിടെയെങ്കിലും പോയിട്ട് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സംഘടന കാണില്ല. കോടതിയിലായാലും നിയമസഭയിലായാലും മാധ്യമങ്ങളായാലും ചോദിക്കുന്ന ഒറ്റ ചോദ്യമുള്ളൂ, ലവ് ജിഹാദ് എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ടോ, അങ്ങനെ ഒരു സംവിധാനമുണ്ടോ? അത് അങ്ങനെ ഒരു സംവിധാനമല്ല, അതങ്ങനെ ഒരു ആക്റ്റാണ്, അങ്ങനെ ഒരു പ്രവൃത്തിയാണ്. അത്തരം പ്രവൃത്തികളെ പൊതുവായിട്ട് വിളിക്കുന്ന, ലോകത്തിൽ പൊതുവായിട്ട് വിളിക്കുന്ന ഒരു വിളിപ്പേര് മാത്രമാണ് ഈ ലവ് ജിഹാദ് എന്നുള്ളത്. നമുക്ക് ആ ലവ് ജിഹാദ് എന്നൊരു പദം ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങളുടെ കുട്ടികൾ നഷ്ടപ്പെടുന്നു. ഈ നഷ്ടപ്പെട്ട കുട്ടികളുടെ കണക്ക് ചോദിച്ചിട്ടാണ് പിന്നെ അടുത്ത ടീം വരുന്നത്. എന്തുകൊണ്ട് ഇവർക്ക് ന്യായമായിട്ടും സർക്കാരിന് ഇതിൽ താല്പര്യമുണ്ടെങ്കിൽ ഒരു അന്വേഷണം നടത്തിക്കൂടാ? ഇപ്പോൾ ഈ ജോർജ് പറഞ്ഞ ആ കേസുമായിട്ട് ബന്ധപ്പെട്ട് അതിനുശേഷം 2012 ഉമ്മൻചാണ്ടി നിയമസഭയിൽ അവതരിപ്പിച്ചൊരു കണക്കുണ്ട്. 2009, 2012 കാലഘട്ടത്തിൽ 2667 യുവതികൾ ഇസ്ലാം മതം സ്വീകരിച്ചു. അതിൽ 2195 യുവതികൾ ഹിന്ദുക്കൾ, 492 യുവതികൾ ക്രിസ്ത്യാനികളാണ്. ഇതേ കാലഘട്ടത്തിൽ ക്രിസ്തു മതത്തിലേക്കും ഹിന്ദു മതത്തിലേക്കും പരിവർത്തനം ചെയ്യപ്പെട്ട യുവതികളുടെ എണ്ണം ഹിന്ദു മതത്തിലേക്ക് 79, ക്രിസ്തു മതത്തിലേക്ക് 2. ഇത് 2009, 2012 കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ 2009 തന്നെ സഭ ആദ്യമായിട്ട് ഈ വിഷയത്തിൽ ശബ്ദമുയർത്തിയതാണ്. KCBC ഇതുമായിട്ട് ബന്ധപ്പെട്ട തങ്ങളുടെ ആശങ്കകൾ പങ്കുവച്ചതാണ്. ഈ ജോർജ് സൂചിപ്പിച്ച കോടതി വിധിയിൽ തന്നെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. 1996 മുതൽ ഇത്തരം പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ ആരംഭിച്ചതായിട്ടുള്ളതിൻ്റെ സൂചനകളുണ്ട്. റോസ് പറഞ്ഞു 1997 മുതൽ UK ഗ്രൂമിംഗ് ഗാങ്സ് പ്രവർത്തിച്ച അവരുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ച കാര്യം. അപ്പോൾ ഇത് തമ്മിലുള്ള കോയിൻസിഡൻസ് ഒന്നും നിസ്സാരമായിട്ട് കളയാൻ കഴിയുന്നതല്ല. രണ്ടും ഒരേ രീതിയാണ്. എനിക്ക് മാധ്യമങ്ങളോട് പറയാനില്ല, എനിക്ക് പറയാനുള്ളത് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുമായ പെൺകുട്ടികളോടും അവരുടെ മാതാപിതാക്കളോടും മാത്രമാണ്. ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത്? റോസ് സൂചിപ്പിച്ച അതേ പാറ്റേണിൽ, അതായത് ഗ്രൂമിംഗ് ഗ്യാങ് എന്ത് ചെയ്തോ അതേ പാറ്റേണിൽ തന്നെയാണ് ഇവിടെയും നമ്മുടെ നാട്ടിൽ കാര്യങ്ങൾ നടന്നത്. എത്രയോ കുട്ടികൾ അവരുടെ അനുഭവങ്ങൾ നമ്മുടെ മീഡിയയിലൂടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. എത്രയോ കൗൺസിലേഴ്സ്, സിസ്റ്റേഴ്സ് അവരുടെ മുൻപിൽ വന്ന കേസുകൾ എത്ര നമ്മളോട് ഷെയർ ചെയ്തു. കൃത്യമായിട്ടും ഒരേ അജണ്ടയിൽ ഗ്രൂമിംഗ് ഗ്യാങ് എങ്ങനെ പ്രവർത്തിച്ചോ അതേ അജണ്ടയിൽ തന്നെയാണ് കേരളത്തിലും പ്രവർത്തനങ്ങൾ നടന്നത്. ഒറ്റ വ്യത്യാസമുള്ളൂ, ഗ്രൂമിംഗ് ഗ്യാങ് മനഃപൂർവ്വമുള്ള മതപരിവർത്തനം അല്ലെങ്കിൽ വിവാഹത്തിന്റെ കാര്യങ്ങളിലേക്ക് അധികം കടന്നില്ല. അവർ ആ കുട്ടികളെ ദുരുപയോഗിച്ച് നശിപ്പിക്കുക, അതായത് വൈറ്റ് ഗേൾസിനെ നശിപ്പിക്കുക എന്നൊരു ലക്ഷ്യത്തിൽ നിന്നു ഇവിടെ നടക്കുന്നത് നശിപ്പിക്കൽ മാത്രമല്ല, അതിനുശേഷം അവരെ മതം മാറ്റുന്ന പ്രക്രിയയും കൂടി ഇവിടെ നടക്കുന്നത്. ഇത് മാത്രമേ വ്യത്യാസമുള്ളൂ. എൻ്റെ ഈ നാട്ടിലെ പെൺകുട്ടികൾ ഈ കാര്യം കൃത്യമായിട്ട് അറിയണം. എങ്ങനെയാണ് നിങ്ങൾ ചതിക്കപ്പെടുന്നത്, നിങ്ങൾ ഓരോരുത്തരും ചതിക്കപ്പെടുന്നത്? ഇവിടെ ഷെക്കനയിൽ തന്നെയുള്ള വീഡിയോകളെ ആരെങ്കിലും മുമ്പ് കണ്ടിരുന്നെങ്കിൽ പലപ്പോഴും ഈ കേസുകളുമായിട്ട് പെൺകുട്ടികൾ വരുമ്പോൾ നമ്മൾ ചിന്തിക്കാറുണ്ട്, ഇതിൻ്റെയൊക്കെ എത്ര അനുഭവങ്ങൾ ഞങ്ങൾ പറഞ്ഞു. എന്നിട്ടും അതേ ചതിയിൽ തന്നെ ഈ ദിവസങ്ങളിൽ പോലും ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദിവസങ്ങളിൽ പോലും പെൺകുട്ടികൾ ചെന്ന് വീണിരിക്കുന്നു. ഇവർ സമൂഹത്തിൽ നടക്കുന്നത് മനസ്സിലാക്കുന്നില്ല. ഇവർ ഇവരുടേതായ ഒരു ലോകത്താണ്. ഇവർ റീൽസിൻ്റെയും ഷോർട്സിൻ്റെയും പിന്നാലെ പോകുമ്പോൾ ഇവർ ഒരിക്കലും സമൂഹത്തിൽ നടക്കുന്നത് എന്താണെന്ന് അറിയുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈയാമ്പാറ്റകളെ പോലെ നമ്മുടെ കുട്ടികൾ വീഴുന്നത്. ഇത്തരം കേസുകളിൽ പലതിലും ഒരു പെൺചിലന്തിയെ ആദ്യം കാണാൻ സാധിക്കും. ഈ പെൺചിലന്തിയാണ് ആൺകുട്ടികളുടെ കയ്യിലേക്ക് അല്ലെങ്കിൽ ആ ആൺകുട്ടിയെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ ഈ ആൺകുട്ടിയുടെ ഹിസ്റ്ററി പരിശോധിച്ച് കഴിഞ്ഞാൽ അറിയാൻ കഴിയും, വലിയ സമ്പന്നമായ ഒരു കുടുംബത്തിലും കുട്ടിയല്ല വന്നിരിക്കുന്നത്. വളരെ പാവപ്പെട്ട ദരിദ്രമായ ഒരു കുടുംബത്തിലെ കുട്ടിയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ കുട്ടി ഇതിൽ ആദ്യം പ്രത്യക്ഷപ്പെടുന്നത്? ഈ കുട്ടിക്ക് എവിടെ നിന്നോ ഒരു ഫണ്ട് വരുന്നുണ്ട്. അവൻ വരുന്നത് വില കൂടിയ ബൈക്കിലും കാറിലും ഒക്കെയാണ് അവൻ എത്തുന്നത്. അതിനുശേഷം ഈ കുട്ടിയുടെ വീക്ക്നെസ് അറിഞ്ഞ്, ഈ പെൺകുട്ടിയുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞ് അത് മുഴുവൻ സാധിച്ചു കൊടുക്കുന്നതാണ് ആദ്യഘട്ടം. അങ്ങനെ ആ കുട്ടിയെ വശീകരിച്ച് പിന്നീട് എന്താ സംഭവിക്കുന്നത്? പിന്നീട് ഈ കുട്ടിക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുത്തിരിക്കും, അതല്ലെങ്കിൽ ഈ കുട്ടിക്ക് എന്തെങ്കിലും ഭക്ഷണം കൊടുത്തിരിക്കും. ഈ ഭക്ഷണത്തിലെ കൂടെ എന്തോ കൊടുക്കുന്നുണ്ടെന്നാണ് കൗൺസിലേഴ്സ് പറയുന്നത്. അത്തരം കുട്ടികളെ കൗൺസിൽ ചെയ്തിട്ടുള്ള സിസ്റ്റേഴ്സ് കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇവർക്ക് കൊടുക്കുന്ന ഗിഫ്റ്റിലൂടെയോ അല്ലെങ്കിൽ ഇവർക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിലൂടെയോ അവരെന്തോ ചെയ്യുന്നുണ്ടെന്നാണ്. ആ ചെയ്യുന്നതിനെ കുറിച്ച് പലപ്പോഴും സംസാരിക്കുമ്പോൾ നമ്മുടെ ഇടയിലുള്ളവർ പറയും, യാക്കോബിനെ ആഭിചാരം ഏൽക്കുകയില്ല, ഇസ്രായേലിനെ ശുദ്ധരവിധ ഫലിക്കുകയില്ല എന്നൊക്കെ പറയും. പക്ഷെ അത് യാക്കോബിനെ ഏൽക്കാതിരിക്കുകയുള്ളൂ. അതായത് ദൈവജനത്തിനോ ദൈവത്തിന്റെ വഴിയിലൂടെ നടക്കുന്നവർക്ക് അത് ഏൽക്കാതിരിക്കുകയുള്ളൂ. നമ്മുടെ കുട്ടികൾക്ക് അവർക്ക് എന്തെങ്കിലുമൊക്കെ വീഴ്ചകളൊക്കെ ഉണ്ടാവും, കുറവുകളുണ്ടായിരിക്കും. ആ കുറവുകളിലൂടെ ഇവർ ഇത് ഇഞ്ചെക്ട് ചെയ്യുന്നു. അതിനുശേഷം ആ കുട്ടി ഈ വ്യക്തിയുടെ അടിമയെ പോലെ ആവാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ
ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഈ കുട്ടീനെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് ആദ്യം ചെയ്യുന്നത് ശാരീരികമായിട്ട് ആ കുട്ടിയെ നശിപ്പിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ അതുമായിട്ടുമായ ദൃശ്യങ്ങൾ ഇവർ പകർത്തും. നശിപ്പിക്കാൻ കൂട്ടാക്കാത്തവർക്ക് ഏതെങ്കിലും ജ്യൂസിൽ എന്തെങ്കിലും മയക്കുമരുന്ന് കൊടുത്തിട്ട് ആ കുട്ടികളെ അങ്ങനെ വീഴ്ത്തി ആദ്യത്തെ നശിപ്പിക്കൽ അങ്ങനെ നടക്കും. ഇതെല്ലാം കൃത്യമായിട്ട് നടന്നതിന് ശേഷമാണ് പിന്നീട് ബ്ലാക്ക് മെയിലിംഗ് ആരംഭിക്കുന്നത്. ഈ ബ്ലാക്ക് മെയിലിൽ മിക്കവാറും കുട്ടികൾ വീണു പോവാണ്. അതിനുശേഷം വിവാഹത്തിൽ നടക്കുകയാണ്. അപ്പോഴാണ് ഈ മാതാപിതാക്കൾ പോലും ഈ കാര്യങ്ങൾ അറിയുന്നത്. അന്ന് മാതാപിതാക്കന്മാർ ഈ കുട്ടികളെ കാലിൽ വീണ് കരഞ്ഞാൽ പോലും ഈ കുട്ടികൾ ഒരു വിധത്തിലും സമ്മതിക്കില്ല. ഇങ്ങനെ എത്ര കുട്ടികൾ നഷ്ടപ്പെട്ടു. ഈ കോടതിയിൽ ഈ കേസുകൾ വരുമ്പോൾ ഇവരുടെ കൂടെയുള്ളത് ജോർജ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പല കഥാപാത്രങ്ങൾ പ്രത്യക്ഷപ്പെടുന്ന പോലെ ഈ ആൺകുട്ടിയോ അവരുടെ പേരൻസോ അല്ല, ഒരു ഗാങ് ആയിട്ട് ഒരു വലിയ വാഹനങ്ങളിൽ ഇവരുടെ ടീം ഒരുമിച്ചെത്തി ഈ കുട്ടിയെ കൊണ്ടുപോവാണ്. അപ്പോൾ ഇതിന്റെ പിന്നിലെ അജണ്ട അന്വേഷിക്കണ്ടേ? ഇങ്ങനെ നശിപ്പിക്കപ്പെടുന്ന കുട്ടികളാണ് പ്രണയത്തിലൂടെയല്ല, പ്രണയച്ചതിയിലൂടെയും പ്രണയക്കെണിയിലൂടെയും. പ്രണയം ഇവിടെ ഒരു വാക്ക് മാത്രമാണ്, ചതിയാണ് ഇവിടെ മുന്നോട്ട് നിൽക്കുന്നത്, കെണിയാണ് ഇവിടെ മുന്നോട്ട് നിൽക്കുന്നത്. ആ കെണിയിൽ ചില മതപരമായ ലക്ഷ്യങ്ങൾ വരുന്നു. മതപരമായ ലക്ഷ്യങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇത്തരം കേസുകൾ സർക്കാർ പഠിച്ചു നോക്കണ്ടേ? ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് സ്പെഷ്യൽ ബ്രാഞ്ചിനോ ഇവിടുത്തെ എല്ലാ ഇന്റലിജൻസ് സംവിധാനങ്ങൾക്ക് അറിയാം. പക്ഷെ ഇവരാരും അതിനെക്കുറിച്ച് പുറത്തേക്ക് പറയാൻ തയ്യാറല്ല. കാരണമാണ് ഇതിനുള്ളിൽ ഒരു മതപരമായ അജണ്ട ഉണ്ട് എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവ്. ഞാനൊരു ഉദാഹരണം പറയാം. ഒരു സ്കൂളിലൊരു ടീച്ചർ ഒരു 4ാം ക്ലാസ്സിലോ 5ാം ക്ലാസ്സിലോ ഒരു ക്ലാസ്സിൽ പഠിപ്പിക്കുന്നു. ആ ക്ലാസ്സിൽ തന്നെ ആ ടീച്ചറുടെ കുട്ടിയും പഠിക്കുന്നുണ്ട്. എ ക്ലാസ്സും ബി ക്ലാസ്സും ഉണ്ട്. അവിടെ എ ക്ലാസ്സിലാണ് ഈ ടീച്ചർ പഠിപ്പിക്കുന്നത്, ബിയിൽ സ്റ്റുഡൻസ് ഉണ്ട്. പലപ്പോഴും അവിടെ ടീച്ചർമാരുടെ ഷോർട്ടേജ് കാരണം എ ക്ലാസ്സിലെയും ബി ക്ലാസ്സിലെയും കുട്ടികൾ ഒരുമിച്ചിരുത്തി ചില സബ്ജക്റ്റുകൾ പഠിപ്പിക്കും. അങ്ങനെ പഠിപ്പിച്ച് മടങ്ങി പോകുമ്പോൾ ഈ ബി ക്ലാസ്സിലുള്ള ചില കുട്ടികളുടെ പേന നഷ്ടപ്പെടുന്നു, പെൻസിൽ നഷ്ടപ്പെടുന്നു, റബ്ബർ നഷ്ടപ്പെടുന്നു. അപ്പോൾ ആ കുട്ടികളൊക്കെ അവരുടെ ടീച്ചറോട് പരാതി പറയുമ്പോൾ ഈ ടീച്ചർ ചെന്ന് എ ക്ലാസ്സിലെ ടീച്ചറോട് പറയും, ഞങ്ങളുടെ കുട്ടികളുടെ ചില പഠനോപകരണങ്ങളൊക്കെ നഷ്ടപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞ ആ സമയത്ത് തന്നെ ഈ ടീച്ചർ ആകെ വയലൻ്റ് ആവാണ്. കാരണം ഈ ടീച്ചറുടെ കുട്ടിക്ക് മോഷ്ടിക്കുന്ന ഒരു സ്വഭാവം ഉണ്ട് എന്നുള്ളത് ഈ ടീച്ചർക്ക് കൃത്യമായിട്ട് അറിയാം. അത് മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് ഈ ടീച്ചർ പറയും, ഞങ്ങളുടെ ക്ലാസ്സിനെ മൊത്തത്തിൽ അപമാനിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടീച്ചർ ഇങ്ങനെ പറയുന്നത്. ഇങ്ങനെ ഒരു സംഭവമില്ല, ടീച്ചർ ഞങ്ങളുടെ ക്ലാസ്സിനെ മനഃപൂർവ്വം അധിക്ഷേപിക്കുകയാണ്, ഞാനിത് പ്രിൻസിപ്പളിൻ്റെ അടുത്ത് പറയാൻ പോവാണ്, ടീച്ചർ ഒന്നുകിൽ പിൻവാങ്ങണം, ഇങ്ങനെ ഒരു കാര്യമായിട്ട് പറഞ്ഞു വരരുത്. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. കൃത്യമായിട്ട് ടീച്ചർക്ക് അറിയാം ആരാണ് മോഷ്ടിക്കുന്നത്. ആ മോഷണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ആ ക്ലാസ്സിനെ മൊത്തത്തിൽ അപമാനിച്ചു എന്ന രീതിയിൽ ടീച്ചർ ഇതിനെ വ്യാഖ്യാനിക്കുകയാണ്. ഇത് തന്നെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള കേസുകളിൽ അതിൻ്റെ ഒരു പരിണിത ഫലങ്ങളായിട്ട് വരുന്ന സഹിക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട്. നമുക്ക് ഏറെ വേദനാജനകമായ കുറേ കാര്യങ്ങളാണ് ഇതിൻ്റെ ഒരു പാർശ്വഫലങ്ങളായിട്ട് നമ്മൾ കണ്ടുവരുന്നത്. ഇപ്പോൾ UK എന്താ സംഭവിച്ചത്? 16 വർഷങ്ങളിൽ ചില കേസുകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷെ അതെല്ലാം ഐസൊലേറ്റഡ് കേസുകളാണ്. ഇതൊരു കോമൺ ട്രെൻഡ് അല്ല. അങ്ങനെ പറഞ്ഞ് ഓരോ കേസിനെയും തള്ളിക്കളഞ്ഞു. ഫലം എന്താ ഉണ്ടായി? 1400 പെൺകുട്ടികളാണ് അവിടെ. അവർക്ക് ജീവിതം നഷ്ടം, അവർക്ക് അവരുടെ ലൈഫ് തന്നെ ഇല്ലാതെ, അവരുടെ സ്വപ്നങ്ങൾ ഇല്ലാതായി എന്ന് തന്നെ പറയാം. അവരുടെ കുടുംബങ്ങൾ തകർന്നു. അവരുടെ ചിന്തിച്ചു നോക്കിയാൽ കുറേ പേര് ഡ്രഗ് അഡിക്ട്സ് ആയി, കുറേ പേര് ഡിപ്രഷനിലേക്ക് പോയി, കുറേ പേര് സൂയിസൈഡ് ചെയ്തു, കുറേ പേര് എവിടെയാണെന്ന് കുറേ പേര് മിസ്സിങ് ആയി, കുറേ പേരുടെ അങ്ങനെ എല്ലാ പെൺകുട്ടികളുടെ ജീവിതം അവിടെ ഇല്ലാതാകുന്ന, അല്ലെങ്കിൽ അവരെ ഏറ്റവും വിലമതിക്കുന്ന അവരുടെ പലതും അവർക്ക് അവിടെ നഷ്ടപ്പെടുകയാണ്. പിന്നീട് ഒരു തിരിച്ചുപോക്കില്ല. അപ്പോൾ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ നിയമ സംവിധാനങ്ങളൊക്കെ ഇത് അംഗീകരിച്ച് വരുമ്പോഴേക്കും ഇത്രയും പെൺകുട്ടികൾ അവിടെ സഫർ ചെയ്യാണ്. അവരുടെ ജീവിതം പിന്നെ അവർക്ക് തിരിച്ചുപോക്കില്ലാത്ത ഒരു അവസ്ഥയിലേക്ക്, ഏറെ വൈകിപ്പോയ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുകയാണ്. ഒരു പെൺകുട്ടിയുടെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി അല്ലെങ്കിൽ അവരുടെ ഒരു സവിശേഷതയായിട്ട് ലോകം കാണുന്ന അവരുടെ ചാരിത്രം അതവർക്ക് നഷ്ടപ്പെടുന്നു. പിന്നീടുള്ള അവരുടെ ലൈഫ്, അവർക്കുള്ള കുടുംബജീവിതം, അവരുടെ സ്വപ്നങ്ങൾ, ഭാവി എല്ലാം അവിടെ നഷ്ടപ്പെടുകയാണ്. അപ്പം നമുക്ക് ചുറ്റും ഈ കേരളത്തിൽ നമ്മളിങ്ങനെ പല സംഭവങ്ങളും നമ്മൾ അറിയുന്നുണ്ട്. നമുക്കത് ഇങ്ങനത്തെ ഒരു കേസായത് കാരണം അവരുടെ പേര് വെളിപ്പെടുത്താനോ അല്ലെങ്കിൽ അത് എങ്ങനെ നടന്നു എന്നോ നമുക്കത് പബ്ലിക്കായിട്ട് പറയാൻ പറ്റില്ല. പക്ഷേ നമ്മൾ പേഴ്സണലി നമ്മളിങ്ങനെ പല സംഭവങ്ങൾ അറിയുന്നുണ്ട്. അവരുടെ ഇങ്ങനെ ഒരു ട്രാപ്പിൽ പെട്ടിട്ട് പിന്നെ ഒരു തിരിച്ചുപോക്കിൽ ഇനി എന്ത് ചെയ്യണം എന്നറിയാതെ ഒരു ജീവിതം വഴിമുട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയിൽ വളരെ നിരാശയിൽ ജീവിക്കുന്ന കുറേ പെൺകുട്ടികൾ നമുക്ക് പരിചയമുണ്ട്. അതുപോലെ അവരുടെ കുടുംബങ്ങൾ, ഈ പെൺകുട്ടികളുടെ കുടുംബങ്ങൾ, അവരുടെ മാതാപിതാക്കൾ വളരെ കണ്ണീരോടെ നമ്മുടെ അടുത്ത് വന്ന് അവർ ഷെയർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു അവസ്ഥയിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കാതിരിക്കാൻ വേണ്ടി പലരും സ്വരമുയർത്തും. നമ്മുടെ ഇടയന്മാർ, പ്രത്യേകിച്ച് പാലാപിതാവ്, കല്ലറങ്ങാട്ട് പിതാവൊക്കെ ഇതിനെതിരെ സ്വരമുയർത്തിയപ്പോൾ പിതാവിനെ നിശബ്ദമാക്കാനുള്ള ഒരു ശ്രമങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കാര്യങ്ങൾ ഒത്തിരി വൈകും മുമ്പ് അതിനെതിരെ പ്രതികരിക്കുന്നവർ അല്ലെങ്കിൽ അതിനെതിരെ സ്വരമുയർത്തുന്നവരെ നിശബ്ദരാക്കാനുള്ള ഒരു പ്രവണതയാണ് കണ്ടുവരുന്നത്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു കോടതി
ഉത്തരവ് 2009 ഹൈക്കോടതി ഉത്തരവ് അവരുടെ ഒരു ബെയിൽ ആപ്ലിക്കേഷനുമായി ഷഹൻഷായുടെ ഒക്കെ ബെയിൽ ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ടത് കോടതി തള്ളുകയുണ്ടായി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു നിർത്തിയൊരു പോയിന്റ് ഉണ്ട്. അപ്പോൾ കോടതി ഈ കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത തേടാൻ വേണ്ടിയിട്ട് അന്നത്തെ പോലീസ് നേതൃത്വത്തോട് ഈ കാര്യങ്ങൾ കൂടുതൽ വ്യക്തത തേടാൻ വേണ്ടിയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരുന്നു. ഇങ്ങനെ ലവ് ജിഹാദ് അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ, അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഇൻസിഡൻസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ, രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം. അപ്പോൾ 2 റിപ്പോർട്ടുകൾ ആദ്യഘട്ടത്തിൽ ഒരു 18/10/2009 DGP ഒരു സ്റ്റേറ്റ്മെന്റ് കോടതിയുടെ മുമ്പിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ പല ചോദ്യങ്ങൾക്കും എസ് ഓർ നോ ഉത്തരം എന്നുള്ള രീതിയിലാണ് കോടതിക്ക് പോലീസ് കൊടുത്തത്. അപ്പോൾ ആ ഉത്തരങ്ങളാണ് ഇപ്പോൾ മാധ്യമങ്ങളൊക്കെ വലിയ രീതിയിൽ അത് വലിയ വാർത്തയാക്കുന്നത്. അതിൻ്റെ ലവ് ജിഹാദ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ടേം ഡിഫൈൻ ചെയ്യപ്പെട്ടിട്ടില്ല, അങ്ങനെ ഒരു രീതിയിൽ ഒരു സംഘടന വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പോലീസിന് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന രീതിയിലുള്ള വാർത്തകൾ. പക്ഷേ ഞാനത് ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു. കേരള പോലീസ് തന്നെ കൊടുത്ത ഒരു മറുപടിയിൽ പറയുന്ന ഒരു വാചകമുണ്ട്. However, it is understood that a very large number of inter-religious marriages are taking place every year and that many conversions are taking place on that basis. The exact details or the exact numbers of such marriages are not available with any police agency. അടുത്ത സെന്റൻസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട. അറ്റ് ദ സെയിം ടൈം ദർ ആർ റീസൺസ് ടു സസ്പെക്ട് ദാറ്റ് ദർ ആർ കോൺക്രീറ്റഡ് അറ്റംപ്റ്റ്സ് ടു പെർസ്യൂഡ് ഗേൾസ് ടു ചേഞ്ച് ദർ റിലീജിയൻ ആഫ്റ്റർ ദേ fall in love with Muslim boys. There is also unconfirmed source information received by the department that some groups are actively working among youngsters encouraging conversions by such techniques, that young men who are engaged in such pursuits are said to be receiving funds from abroad directly or indirectly for purchasing clothes, vehicles and for availing legal help etc. That they have links with other places in India also. അത് നേരത്തെ അരുൺ സൂചിപ്പിച്ച കാര്യം തന്നെയാണ്. ഇത്തരം പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വണ്ടി ആയിട്ട് അല്ലെങ്കിൽ വസ്ത്രങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി കൃത്യമായിട്ടുള്ള ഫണ്ടിങ് ഇവർക്ക് ലഭിക്കുന്നുണ്ട് എന്നൊരു സൂചന പോലീസ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പിന്നീട് വീണ്ടും ഈ കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത തേടാൻ വേണ്ടിയിട്ട് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് നേരത്തെ ഈ റിപ്പോർട്ട് സമർപ്പിച്ചത് എന്ന് ചോദിച്ചുകൊണ്ട് കോടതി ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഏകദേശം ഒരു 18ഓളം റിപ്പോർട്ടുകൾ കേരള പോലീസ് പിന്നീട് ഹൈക്കോടതിയിൽ സമർപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ചില വാചകങ്ങൾ കൂടി പറഞ്ഞിട്ട് നമുക്ക് എനിക്ക് തോന്നുന്നു ഇത് കൺക്ലൂഡ് ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു. അതിനകത്ത് കോടതി ആ റിപ്പോർട്ടുകൾ പഠിച്ച ശേഷം കോടതി പറഞ്ഞിരിക്കുന്ന ചില പരാമർശങ്ങളാണ്. 18 റിപ്പോർട്ടുകളാണ് കൊടുത്തിരുന്നത്. അതിനകത്ത് കോടതിയുടെ ഒരു പരാമർശമാണ് 3 out of 18 reports provide some details. One report says about the functioning of an organization called Smart Front in 2 colleges. Another report says that the inquiry by the special branch reveals that fundamental outfits like NDF, PFI, Campus Front has roots in the college campuses in the city referred to them. Referring to the Campus Front, it is stated that in the report, thus, as per the available information, the plan of this organization is to trap brilliant upper caste Hindu and Christian girls from the well-to-do family, especially those who are studying for professional courses and employees in IT sector. അതായത് ഉയർന്ന നിലവാരത്തിലുള്ള ഹിന്ദു ക്രൈസ്തവ പെൺകുട്ടികളെ ട്രാപ്പിൽപ്പെടുത്താനുള്ള ചില അജണ്ടകളുമായി ചില സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട്. പിന്നീട് വീണ്ടും പറയുന്നുണ്ട്, ഇത് 18ാമത്തെ പേജിലാണ്. ഇറ്റ് ഈസ് ബിലീവ് ദാറ്റ് മുസ്ലിം ഓർഗനൈസേഷൻ ലൈക്ക് മുസ്ലിം യൂത്ത് ഫോറം ആൻഡ് മുസ്ലിം വുമൻസ് ഓർഗനൈസേഷൻ ലൈക്ക് തസ്രീൻ മിലാദ്, ഷഹീൻ ഫോഴ്സ്, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ, നാഷണൽ ഡെമോക്രാറ്റിക് ഫ്രണ്ട് ആൻഡ് ഇറ്റ് സ്റ്റുഡൻസ് ഓർഗനൈസേഷൻസ് ലൈക്ക് ക്യാമ്പസ് ഫ്രണ്ട് ആർ ദി ഓർഗനൈസേഷൻ ബിഹൈൻഡ് ദ സോ കോൾഡ് ലവ് ജിഹാദ് മൂവ്മെന്റ്. അങ്ങനെ പറഞ്ഞ് വളരെ ഞെട്ടിക്കുന്ന ചില വസ്തുതകൾ പറയുന്നുണ്ട്. പിന്നെ ചില കണക്കുകൾ കൂടി ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിനകത്ത് 19ാമത്തെ പേജിൽ ഒരു പരാമർശം പറയുന്നുണ്ട്. ആസ് പെർ വൺ സ്റ്റാറ്റിസ്റ്റിക്സ് ഡ്യൂറിംഗ് ദ ലാസ്റ്റ് 4 years 2009 വിചാരിക്കുന്ന ടോട്ടൽ ഓഫ് നമ്പർ ഓഫ് അബൌട്ട് 3,000 to 4,000 റിലീജിയസ് കൺവേർഷൻസ് ആഫ്റ്റർ ലവ് അഫയേഴ്സ് ഹാവ് ടേക്കൺ പ്ലേസ്. അനദർ സ്റ്റാറ്റിസ്റ്റിക്സ് ഇസ് ദാറ്റ് 2,800 ഗേൾസ് വർ ദസ് കൺവേർട്ടഡ് ഇൻ ടു അതർ റിലീജിയൻ. അങ്ങനെ പറഞ്ഞ ഓരോ ജില്ല വൈസുള്ള കണക്കുകൾ പറയുന്നുണ്ട്. ഞാനത് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഞാനിത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഞെട്ടിക്കുന്ന ചില പരാമർശങ്ങൾ, കണ്ടെത്തലുകൾ കോടതി പറഞ്ഞിട്ടുണ്ട്. ഇത് ആധികാരികമായ രേഖയുടെ അടിസ്ഥാനത്തിലാണ് ഞാനിത് പങ്കുവച്ചത്. നെറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ്. അപ്പോൾ എന്തുകൊണ്ട് ഇതിലേക്കൊരു അന്വേഷണം പോകുന്നില്ല എന്നൊരു കാര്യം പറയുന്നു. നമുക്ക് അവിടെ ചോദ്യമായിട്ട് നമുക്ക് ഉന്നയിക്കാൻ സാധിക്കും. ഞെട്ടിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങൾ, ഇത് സത്യമാണോ, അല്ലെങ്കിൽ ഈ കണക്കുകൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്, അതിന്റെ യാഥാർത്ഥ്യങ്ങൾ അന്വേഷിച്ചുകൂടെ? അല്ലാണ്ട് ഈ ലവ് ജിഹാദ് എന്ന് പറയുന്ന ആ ഒരു വാക്കിൽ തൂങ്ങിപ്പിടിച്ച് ആ യാഥാർത്ഥ്യത്തെ തമസ്കരിക്കുന്ന ഒരു പ്രവണത ഇവിടെ സംഭവിക്കുന്നുണ്ട്. ജോർജ്, ഇവിടെ ഈ പ്രണയച്ചതിയുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പ്രണയക്കെണിയുമായിട്ട് ബന്ധപ്പെട്ട് എന്ന് വിവാദം വന്നുവോ അന്നെല്ലാം ഇവർ ലവ് ജിഹാദ് എന്ന ഒറ്റ ടേമും പിടിച്ചിട്ട് ബഹളമയാണ്. പിന്നെ ആർക്കൊന്നും സംസാരിക്കാൻ പോലും സാധിക്കാത്ത രീതിയിൽ ഇവരിങ്ങനെ ചിലച്ചുകൊണ്ടിരിക്കും. പിന്നീട് ഓരോ പാർട്ടിക്കാർ വന്നിട്ട് ഈ ഫ്രട്ടേണിറ്റി, യൂത്ത് ലീഗ്, യൂത്ത് കോൺഗ്രസ്, ഇങ്ങനെയൊക്കെ ഓരോ പേരുകളിൽ അവർ വന്നിട്ട് അവർ കേസ് കൊടുക്കുന്നു. അങ്ങനെ നിശബ്ദതാക്കുക. പെട്ടെന്ന് തന്നെ ആ ഒരു വിഷയം ഒരു കാരണവശാലും പുറത്തേക്ക് വരരുത്, ആ ഒരു വിഷയത്തിൽ യാതൊരുവിധ അന്വേഷണം നടക്കരുത് എന്നതാണ് അവരുടെ ഒരു അജണ്ട. ജോർജ് പി പറയുന്നതൊക്കെ 2009 കാര്യങ്ങളാണ്. 2009, 10, 11, 12 അതിനപ്പുറത്തേക്ക് ഇപ്പോൾ പറഞ്ഞിട്ടില്ലല്ലോ. അതിനുശേഷം 2015 ഇസ്ലാമിക് സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പലവട്ടം ചർച്ച ചെയ്തതാണ്. സോണിയ സെബാസ്റ്റ്യൻ തൊട്ട് അന്ന് നഷ്ടപ്പെട്ട അവരെല്ലാവരുടെയും കണക്കുകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. പക്ഷേ കത്തോലിക്ക സഭ ഈ വിഷയത്തിൽ ഉണർന്നത് അത് ഈ കോവിഡ് കാലത്താണ്. കോവിഡ് കാലത്ത് എത്ര നഷ്ടങ്ങളാണ് സഭയ്ക്കുണ്ടായത്. ഈ 2009 എത്രയോ മടങ്ങ്
ഒരു ക്രിസ്ത്യൻ സമൂഹം ഉണ്ടെങ്കിൽ ആ സമൂഹത്തിലുള്ളവർക്ക് അറിയാം അവരുടെ ചുറ്റുപാടിലുള്ള 4 or 5 കേസുകൾ. ഒരു ഇടവകയിൽ പോയി അന്വേഷിച്ചാൽ അറിയാം അവിടെ മിനിമം ഒരു 3 or 4 കേസുണ്ട്. അതോടൊപ്പം തന്നെ ഇത്തരം കെണികളിൽ പെട്ടവരെ അവർക്ക് അറിഞ്ഞ് അവരെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് കേരളത്തിൽ മൊത്തം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇവർക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഇവർക്ക് PC പിന്നാലെ പോയിട്ട് കേസ് കൊടുക്കണ്ട. ഇവർക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഇവർക്ക് ഈ PC പറഞ്ഞ പിടിച്ച് കേസ് കൊടുത്ത് അല്ലെങ്കിൽ മാധ്യമങ്ങളിലൂടെ ഇരുന്ന് ചലിച്ച് നിൽക്കുന്നതിന് പകരം ഇവർക്ക് സർക്കാരിനോട് പറഞ്ഞൂടെ, ഇതാ ഒരു മതത്തെ ആക്ഷേപിച്ചുകൊണ്ട് സംസാരിക്കുന്നു, കൃത്യമായിട്ട് ഡാറ്റ സർക്കാർ പുറത്തുവിട്. ഇവിടുത്തെ ഒരു മതത്തിന്റെ കണക്ക് മാത്രമായിട്ട് പറയണ്ട. ഇവരൊറ്റ കാര്യം ചെയ്യട്ടെ, ഈ മീനച്ചൽ താലൂക്ക് കേരളം മുഴുവൻ തപ്പാൻ വരട്ടെ. ഈ മീനച്ചൽ താലൂക്കിൽ എത്ര മിശ്രവിവാഹങ്ങൾ നടന്നു? ക്രിസ്ത്യൻ ആയിക്കോട്ടെ, ഹിന്ദു ആയിക്കോട്ടെ, മുസ്ലിം ആയിക്കോട്ടെ, എത്ര മിശ്രവിവാഹങ്ങൾ നടന്നു? കഴിഞ്ഞ 15 വർഷത്തിനുള്ളിൽ എത്ര മിസ്സിംഗ് കേസുകളുണ്ട്? എത്ര എണ്ണം കോടതിയിൽ വന്നു? എത്ര എണ്ണത്തിലെ മതപരിവർത്തനം നടന്നു? ഇത് ഏത് മതത്തിൽപ്പെട്ടവരാണ്? എത്ര പേരാണ്? മതം തിരിച്ചു പറഞ്ഞോട്ടെ. അതിനുശേഷം ഇത്തരം കല്യാണങ്ങളിൽ, ഇത്തരം വിവാഹങ്ങളിൽ ആ പുരുഷന്മാരെ എത്ര പേര് മുൻപ് കല്യാണം കഴിച്ചവരായിരുന്നു? എത്ര പേര് ഈ കുട്ടിയെ കല്യാണം കഴിച്ചതിന് ശേഷം പിന്നീട് കല്യാണം കഴിച്ചിട്ടുണ്ട്? ഇതും അന്വേഷിക്കട്ടെ. ഇവരിൽ എത്ര പേരെ സർക്കാരിനെ ട്രേസ് ചെയ്ത് കണ്ടുപിടിക്കാൻ കഴിയുന്നുണ്ട്? ഇവരിൽ എത്ര പേര് വിദേശത്താണ്? ഈ കുട്ടികൾ ഇവിടെ നാട്ടിലുള്ളവരെത്ര? ഇതെല്ലാം മതത്തിലും കൃത്യമായിട്ട് കണക്ക് വരട്ടെ. പിന്നെ ഈ കെട്ടിയ ചെറുക്കൻ്റെ വിദ്യാഭ്യാസം എന്തായിരുന്നു? ഈ ചെറുക്കൻ്റെ ജോലി എന്തായിരുന്നു? പെൺകുട്ടിയുടെയും അന്വേഷിച്ചോട്ടെ. ഏത് മതത്തിൻ്റെ ആണെങ്കിലും അന്വേഷിച്ചോട്ടെ. അത് കഴിഞ്ഞിട്ട് ഒരു ധവളപത്രം അല്ലെങ്കിൽ ഒരു വൈറ്റ് പേപ്പർ ഇതിനുമായിട്ട് ബന്ധപ്പെട്ട് പുറത്തിറക്കട്ടെ. കേരളത്തിലെ മറ്റു ജില്ലകളിലേക്ക് നമുക്ക് പിന്നീട് പോകാം. ഈ മീനച്ചൽ താലൂക്കിലത്തെ മാത്രം വരട്ടെ. ഈ മീനച്ചൽ താലൂക്കിലത്തെ പരിശോധിക്കുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. മിക്കവാറും രജിസ്ട്രേഷൻ നടത്തിയിട്ടുണ്ടായിരിക്കുക ചെക്കൻ്റെ നാട്ടിലായിരിക്കും. പക്ഷേ ആ ഡാറ്റയും സർക്കാരിന് എടുക്കാൻ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇവിടെ ജില്ല തിരിച്ച് മതം തിരിച്ച് ഉമ്മൻചാണ്ടിക്ക് പറയാൻ കഴിയുമെങ്കിൽ ഈ സർക്കാരിന് ഇപ്പോഴത്തെ ഈ ഓൺലൈൻ കാലത്ത് ഇതെല്ലാം കൃത്യമായിട്ട് ഡാറ്റ നിമിഷം കൊണ്ട് പരിശോധിച്ച് കമ്പ്യൂട്ടറിന് എടുത്ത് തരാവുന്ന കേസല്ലേ ഉള്ളൂ. അത് വെച്ച് സംസാരിക്കട്ടെ. അത് വെച്ച് സംസാരിക്കാൻ കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. വേറെ ഒന്നും നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. ഈ പെൺകുട്ടികൾ ജീവനോടെ അല്ലെങ്കിൽ നമ്മുടെ ഈ നാട്ടിൽ ഈ പെൺകുട്ടികൾ ഉണ്ടോ എന്ന് പരിശോധിച്ചാൽ മാത്രം മതി. കാരണം ഈ മക്കൾ നഷ്ടപ്പെട്ട അമ്മമാർ പറയാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കളെ ഒന്ന് കണ്ടാൽ മതി. ആ അവസ്ഥയിലേക്ക് എത്തി. പല മിശ്രവിവാഹങ്ങളും സംഭവിക്കുന്നതാണ്. ആദ്യത്തിലൊക്കെ 2 മതവിഭാഗങ്ങളിലായതുകൊണ്ട് അവർ തമ്മിലൊരു ചെറിയൊരു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ ആദ്യത്തെ ഒരു കുട്ടി ജനിക്കുന്നതോട് കൂടിയിട്ട് ആ കുടുംബങ്ങൾ തമ്മിലൊക്കെ ഒരു സ്നേഹത്തിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ടാവും. പക്ഷെ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ ഞങ്ങളുടെ മക്കളെ കാണുന്നില്ല, ഞങ്ങളുടെ മക്കളെ അറിഞ്ഞുകൂടാ, എവിടെയാണെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. ഈ അമ്മമാർക്ക് ഈ കാര്യമെങ്കിലും പെട്ടെന്ന് തന്നെ സർക്കാർ പുറത്തു കൊണ്ടുവന്നിട്ട് ഈ ലവ് ജിഹാദ് എന്ന് പറഞ്ഞ ടേമുമ പിടിച്ചിട്ടുള്ള സത്യത്തെ, യഥാർത്ഥ സത്യത്തെ തമസ്കരിക്കാൻ വേണ്ടി നടക്കുന്ന ഈ പ്രഹസനങ്ങൾ, ഈ മാധ്യമങ്ങളുടെയും രാഷ്ട്രീയ സംഘടനകളുടെ എല്ലാം അവരുടെ ഒരു ഇരട്ടത്താപ്പ്, അവരുടെ ആ കൃത്യമായിട്ട് അജണ്ട അത് പുറത്തു വരട്ടെ. പ്രണയത്തെ തങ്ങളുടെ തീവ്രവാദപരമായിട്ടുള്ള ആശയങ്ങൾ നടപ്പാക്കുവാൻ, മതപരമായിട്ടുള്ള ആശയങ്ങൾ നടപ്പാക്കുവാനുള്ള ഒരു ഉപാധിയായി കേരളത്തിൽ ഒരു കൂട്ടർ ചില തീവ്ര സ്വഭാവമുള്ള സംഘടനകൾ ഉപയോഗിക്കുന്നു എന്ന വസ്തുത യാഥാർത്ഥ്യം തന്നെയാണ്. എന്നാൽ ആ ഒരു വസ്തുത തമസ്കരിക്കുവാൻ വേണ്ടി ലവ് ജിഹാദ് എന്ന് പറയുന്ന ആ ഒരു വാക്കിൻ്റെ ഒരു ടെക്നിക്കൽ ആ ഒരു പ്രോബ്ലം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്ന് വാതോരാതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരുടെ ഉദ്ദേശശുദ്ധി തീർച്ചയായിട്ടും സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇനി ലവ് ജിഹാദ് എന്നൊരു വാക്കാണ് അവരുടെ പ്രശ്നമെങ്കിൽ എന്തുകൊണ്ട് ഇത്തരം വിഷയങ്ങളെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം ഇതുവരെ ഇവിടുത്തെ ഒരു ഭരണകൂടം നടത്തുന്നില്ല? അതിൽ തന്നെ വ്യക്തമാണ് ഇവരുടെ ഒരു ഉദ്ദേശശുദ്ധി വ്യക്തമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഈ കണക്കുകൾ ചോദിച്ച് ഇങ്ങനെ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നവരെ ഇങ്ങനെ വിറപ്പിച്ച് നിർത്തുന്നവർ തീർച്ചയായിട്ടും അപമാനിക്കുന്നത് ഈ ലവ് ജിഹാദ് പോലുള്ള പ്രണയക്കെണി പോലുള്ള പ്രണയ ചതി പോലുള്ള ആ ദുരന്തങ്ങളിൽപ്പെട്ട് നീറിക്കഴിയുന്ന അനേകായിരം കുടുംബങ്ങളെയാണ്, അവരുടെ കണ്ണുനീരിനെയാണ് എന്ന ഒരു പച്ചയായ യാഥാർത്ഥ്യം കൂടി നിങ്ങൾ തിരിച്ചറിയുക. തീർച്ചയായിട്ടും അന്വേഷണം നടക്കട്ടെ. അത് ഏത് തരത്തിലുള്ള അന്വേഷണവും നടക്കട്ടെ. സത്യങ്ങൾ പുറത്ത് വരട്ടെ. ഇനി ഒരു പെൺകുട്ടിയുടെ ജീവനും ഇത്തരത്തിലുള്ള പ്രണയക്കെണിയിൽപ്പെട്ട് പ്രണയ ചതിയിൽപ്പെട്ട് നശിക്കാതിരിക്കട്ടെ. അത്തരം അജണ്ടയുമായി മുന്നോട്ട് പോകുന്ന തീവ്രവാദ സംഘങ്ങളെ നിലയ്ക്ക് നിർത്തുവാൻ ഇവിടുത്തെ ഭരണകൂടങ്ങൾക്കാകട്ടെ എന്ന നിലപാട് അറിയിച്ചുകൊണ്ട് മറ്റൊരു വിഷയത്തിലെ നിലപാടുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി.